ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സാധാരണ ഞണ്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞണ്ടാണെങ്കിലും മീനാണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് വാങ്ങിക്കാറ് കേട്ടോ. പക്ഷേ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യാൻ നിന്നില്ല, ക്ലീൻ ചെയ്യാണ്ട് തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ആ ഒരു ഷെല്ലിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുക്കുക. പിന്നെ സവോള പോലെ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണത് ചെയ്യാം കേട്ടോ. പിന്നെ ഈ യെല്ലോ കളറിലോ ഓറഞ്ച് കളറിലൊക്കെ കാണുന്നത് അത് ഞണ്ടിൻ്റെ പൊന്നെന്ന് പറയും. അതും കൂടി ചേർത്താലാണ് ശരിക്കും ഞണ്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കാലുകളൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. ഞണ്ട് ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കത്തിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്യാൻ മാത്രമേ നമുക്കൊന്ന് കത്തി ഉപയോഗിക്കേണ്ടി വരുള്ളൂ. പിന്നെ അതിൻ്റെ ആ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് കാലിൻ്റെ ആ ഒരു എൻഡ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ അങ്ങോട്ട് എടുക്കണം. വലിയ വലിയ ഞണ്ടാവുമ്പോൾ കഴിക്കാനും നല്ലത് തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ബ്ലൂ ക്രാബ് ആയതുകൊണ്ട് തന്നെ നല്ലതാണ് കേട്ടോ. കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ അതേ ഞങ്ങളുടെ നാട്ടിലിതിന് കിളിമീൻ എന്ന് പറയും. കിളിമീനും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ മീനാണെന്നുണ്ടെങ്കിലും എനിക്ക് സാധാരണ രീതിയിൽ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് മടിയാണ്. എപ്പോഴും ക്ലീൻ ചെയ്ത് തന്നെയാണ്, ക്ലീൻ ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിലുള്ള പീസസൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് സാധാരണ വാങ്ങിക്കൽ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ ചിക്കനാണെന്നുണ്ടെങ്കിലും മുഴുവനോട് കൂടി തന്നെയായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ 2 ഫുൾ ചിക്കനായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തതൊക്കെ ഞാൻ നേരെ ഫ്രീസറിലേക്ക് മാറ്റിയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിതുപോലെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കനൊന്നും ഞാൻ ഇതുവരെ കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കണത്. മീനൊക്കെ പിന്നെയും വല്ലപ്പോഴൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇത് ഫ്രഷ് ആയിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് എന്താ പറയുക, സാധാരണ എല്ലാ സംഭവങ്ങളും പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, തക്കോലം, അങ്ങനെ എല്ലാ സംഭവങ്ങളും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം ചെയ്യണത്. ഞാൻ പെരിഞ്ജീരകം സാധാരണ കൂടുതൽ ചേർക്കുക. പിന്നെ കാഷ്യൂനട്ട്, കിസ്മിസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ വറുത്തെടുത്ത് മാറ്റി വെച്ചു. പിന്നെ സവാളയും ഇതുപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നല്ല എന്താ പറയുക ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ബസ്മതി റൈസ് എടുത്തിട്ട് ഞാനതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം സമയം വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ, പെട്ടെന്ന് കുക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ നേരത്തെ നമ്മൾ അതായത് ഒന്ന് ചൂടാക്കി വെച്ച ആ ഒരു ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനാക്കി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരികളോട് കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഗരം മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ സാധാരണ ഗരം മസാല തന്നെയാണ് ബിരിയാണിയിലാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ആ ഒരു വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള റെസിപ്പിയിലൊക്കെ നമുക്ക് ചതച്ചെടുക്കണതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടിയെല്ലാം കഴിയുമല്ലോ, ചതയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. അതെ, ഇതും നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്യണമെങ്കിൽ തൈര് ചേർക്കാം, മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരും, അത് കാരണം ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കട്ടെ. ഞാനിപ്പോൾ വിനാഗിരിയാണ് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ കൈവച്ച് ആവശ്യത്തിന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഇതുപോലെ വലുതാക്കി മുറിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ. ചിക്കനും ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിരുന്നു, വലിയ കഷ്ണങ്ങളായ കാരണം ഉള്ളിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ തന്നെ നമുക്ക് ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുക്കാം.
കുറേശ്ശെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ആവശ്യത്തിന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു കടായിൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാളയും കൂടി മുറിച്ചത് ചേർത്തിട്ട് സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് അധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഹോൾ സ്പൈസസിന് ചേർത്ത് കൊടുക്കുന്നത് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൽ കറുകപ്പട്ട, ഗ്രാമ്പു, പിന്നെന്താ ഏലക്കായ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹോൾ സ്പൈസസിൻ്റെ അളവൊന്നും കൂടി പോകണ്ട. ഇത് നമ്മുടെ ആ ഒരു സവാള ഫ്രൈ ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പീസസ് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ ഓവറായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് ആക്കിയെടുക്കണ്ട കേട്ടോ. പിന്നെ ഞാനൊരു ബൗളിലേക്ക് തൈര് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കണം കേട്ടോ, റൈത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തക്കാളി മുറിച്ചതും കൂടിയും ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. റൈത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം വെക്കുമ്പോഴാണല്ലോ ശരിക്കും ആ ഒരു നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരിക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി, പച്ചമുളകൊക്കെ അതിലേക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുട്ടികൾ കഴിക്കണ കാരണം അതൊന്നും ചേർത്തില്ല. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റിയിട്ട് ബാക്കി ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ച ആ ഒരു ബസ്മതി റൈസ് ഊറ്റിയെടുത്തതിന് ശേഷം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ടല്ല, ആവശ്യത്തിനെല്ലാം വേവിച്ചെടുക്കട്ടെ. അതിലേക്ക് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ ആവശ്യത്തിനുള്ളൊരു വേവിൽ വെച്ച് നമ്മൾ ഫ്ലെയിം അതായത് ഊറ്റിയെടുക്കണമല്ലോ. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് അളവിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് സ്പൈസി ആവേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിലേക്ക് തക്കാളിയും കൂടിയും ചേർത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന ഒരു രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിയില, പുതിനയില, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർക്കുമ്പോഴാണല്ലോ നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരിക, ശരിയല്ലേ? ഇനി അതൊന്ന് വഴന്ന് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വറുത്തെടുത്ത ആ ഒരു സവോള, കിസ്മിസ്, കാഷ്നട്ട് ഇല്ലേ, അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴും നല്ലൊരു ഫ്ലേവർ തന്നെ വരും. തൈര് ഒരുപാട് പുളിയുള്ള തൈരൊന്നുമല്ല നമ്മൾ ചേർത്ത് കൊടുക്കണത്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കോരി മാറ്റി വയ്ക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഇലകളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പുളിയുള്ള തൈരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ചിക്കനും തൈരും വിരുദ്ധാഹാരം എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ നമ്മളിത് ചെറിയ അളവിലല്ലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നത് റൈത്തയുടെ കൂടെ ചിക്കൻ അങ്ങനെയൊക്കെയാണല്ലോ. റൈത്തയുടെ കൂടെ ചിക്കനല്ല, ചിക്കൻ ബിരിയാണിയുടെ കൂടെ റൈത്ത അല്ലേ. ഇനി ഫ്രൈ ചെയ്ത ആ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോഴായിരിക്കും ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ വലിയ കഷ്ണങ്ങളായ കാരണം ശരിക്കും പറഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബിരിയാണിക്ക് ആകുമ്പോൾ വലിയ കഷ്ണങ്ങളായിരിക്കും കുറച്ച് നല്ലത്. മസാല പിടിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാണ് ഒന്നും കൂടി നന്നായിട്ട് വരിക. ഇനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. തുറന്നൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അതിനിടയിൽ ഞാൻ റൈസ് ഊറ്റി വെച്ചിരുന്നു കേട്ടോ. അതിനിടയിൽ എനിക്ക് ഗസ്റ്റ് വന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ ബിരിയാണിയുടെ റൈസ് കുറച്ച് വെന്ത് കുഴഞ്ഞു പോയി. അപ്പോൾ ആദ്യം ചിക്കൻ ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഒരുപാട് സമയം ദം ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ചിക്കൻ്റെ റൈസല്ല, ബിരിയാണിയുടെ റൈസ് കുറച്ച് വേവ് കൂടുതലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില, പുതിനയില അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഫ്രൈ ചെയ്തത്, കാഷ്നട്ട്, കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ബിരിയാണിയിൽ നെയ്യ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. കണ്ടില്ല, ഇതുപോലെ ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനൊന്ന് മുകളിലേക്ക് നന്നായിട്ട് ചൂട് ആയി വന്ന ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ആ ഒരു റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വെന്ത് വരുമ്പോഴാണ് ബിരിയാണിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരിക. പക്ഷേ ഇത് അത്ര നന്നായിട്ട് വന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം നമ്മൾ തന്നെയാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ റൈസ് ശരിയായില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അധികം എണ്ണയൊന്നും ഇല്ലാത്ത, അധികം മസാലയൊന്നും ഇല്ലാത്ത ബിരിയാണിയില്ല ശരിക്കും കഴിക്കാനും നമുക്കൊരു മടുപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ചില റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നെയ്യുടെയൊക്കെ ഒരു കുത്തായിരിക്കും, എണ്ണയിലിങ്ങനെ കുഴഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ബിരിയാണിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ.
അങ്ങനെ ബിരിയാണി റെഡി ചെയ്ത് ഇനിയിപ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ടെടുത്തിട്ട് നമുക്കിപ്പോൾ എന്തായാലും കഴിക്കാം. എന്താ പറയുക, ബിരിയാണി അങ്ങനെ പാളി പോവാറില്ല സത്യം പറഞ്ഞാൽ. ബിരിയാണി നന്നായിന്ന് പലരും പറയാറുണ്ട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു അഹങ്കാരമൊക്കെ മാറി നല്ല രീതിയിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റായത്തും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി. അപ്പോൾ ഇനിയിപ്പോൾ കഴിച്ചാലോ. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.